ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ചേർത്തല തിരോധാന കേസിൽ നിർണായകമായ വെളിപ്പെടുത്തൽ. കാണാതായ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും കൊലപ്പെടുത്തിയതാണെന്ന് അയൽവാസിയായ ശശികല 24-നോട് വെളിപ്പെടുത്തി. പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്നാണ് വെളിപ്പെടുത്തൽ. ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള രേഖകൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയതാണ്. ആ ക്ലിപ്പ് ഞാൻ ക്രൈം ബ്രാഞ്ചിന് കൈമാറി കഴിഞ്ഞു. കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ഉടനെ കൊടുത്തു കഴിഞ്ഞതാണ്. ഈ ബിന്ദുവിൻ്റെ കാര്യം ഒരു കാര്യവുമില്ലാതെ കയറി വന്നതാണ്. അയാളുടെ സംസാരത്തിൽ ഒരു കാര്യമില്ലാതെ കയറി വന്ന ഒരു സംസാരമാണിത്. അപ്പോൾ എനിക്ക് തോന്നിയതൊന്ന് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, സെബാസ്റ്റ്യനും ഫ്രാങ്കളും കൂടി പള്ളിപ്പുറത്തെ വീടിൻ്റെ ബാത്റൂമിലിട്ട് കൊന്നതാണെന്നാണ് പറഞ്ഞത്. അവർക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് മയക്കുമരുന്ന് കൊടുക്കുമായിരുന്നു, മദ്യം കഴിക്കുമായിരുന്നു. ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് മദ്യം കഴിച്ചിട്ടുണ്ടെന്നാണ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. അവൻ ഈ കാശ് വിറ്റാണ് സെബാസ്റ്റ്യന് അവിടെ സ്ഥലം മരിച്ചത്. ആ സ്ഥലം വരെ ഇവൻ വിറ്റി. ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തു അവര് ഒരു ആട്ടോക്കാരനെ കളിച്ചു. ആട്ടോക്കാരൻ കെട്ടിത്തൂങ്ങി. ആട്ടോക്കാരനെ പിടിക്കുന്നത് ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് അറിയാം. സെബാസ്റ്റ്യൻ പിന്നെ ഞാൻ പറയും എങ്ങും ഇല്ലായിരുന്നു പറഞ്ഞു. അപ്പൊ അവന് സെബാസ്റ്റ്യൻ കുറെ ഉണ്ട്. ഞാൻ പറയാം അത് ഉണ്ട്, എന്റെ ഉണ്ട്, തനിക്ക് വേണം, എന്റെ ഉണ്ട്, തനിക്ക് വേണം. ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ ആ പിള്ളേരയക്കാൻ നോക്കുന്നു. കള്ളത്തരം പറഞ്ഞു. ഇവിടുത്തെ കാശ് കംപ്ലീറ്റ് പ്രാങ്കളും ഇവരും കൂടിയാണ്. കിടക്ക പൊട്ടിച്ച് ശമ്പള കാശ് മൊത്തം വേണ്ട എന്ത് പോയി. അത് കഴിഞ്ഞ് ഈ പെണ്ണ് ഇവിടെ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്നിട്ടും പറഞ്ഞിട്ട് എനിക്കിത് കാശ് ഇവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അത് പോകാൻ നേരത്ത് പറഞ്ഞ് ഞാൻ പോവുകയാണ്, എറണാകുളത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ ഇന്ന് വരും ഞാൻ. എന്തെല്ലാം നുണയോട് പറഞ്ഞതാണെന്നറിയാവാ. ഇവിടെ പൊറുക്കാൻ വന്നു കഴിഞ്ഞിട്ടേ ഈ ആരണ്ടും ചിട്ടി നടത്തിയിട്ട് ചിട്ടിയുടെ കാശും മേടിച്ചോണ്ട് ഇവൻ പോന്നെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ ഇവിടെ വന്നായിരുന്നു. പിന്നെ തട്ടിപ്പ് അവനാ പെണ്ണുമ്പോൾ എന്ത് പാവാണ്. അവരും പെൺമാളും കൂടി 2 മാളും കൂടി ഇവിടെ വരുമായിരുന്നു. പെര വെച്ചതിൽ പല ആളുകൾക്കും കാശ് കൊടുക്കാനുണ്ട്. ആ മിറ്റത്തെ ടൈലിട്ട് ഞാൻ പറഞ്ഞു എന്നാ വേണമെന്ന്. അപ്പൊ അവൻ 1.5 കോടി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 85 ലക്ഷം രൂപ അങ്ങോട്ട് വരും, പറ്റുവാന്ന് ചോദിച്ചു. എവിടാ? അവിടെ അത് പിന്നെ അവന്റെ ചേട്ടൻ അനിയന്റെ അവിടുത്തെ കാശ് മുഴുവൻ ഇപ്പൊ പാവത്തിന്റെ റോയി എന്ന് പറഞ്ഞ ആളുടെ കംപ്ലീറ്റ് കാശ് പിന്നെ എടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് പറയണേ 1 സെന്റ് സ്ഥലം പോലും ഇങ്ങോട്ട് മേടിച്ചില്ല, 50 സെന്റും അങ്ങോട്ട് എഴുതി കൊടുത്തേക്കും പോന്നു. ആർക്ക്? അനിയനി. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഈ ശബ്ദരേഖയിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ പറയുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ എന്ന ആളെ കുറിച്ചൊന്നും ഇതുവരെ ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇത് എപ്പോഴാണ് ഈ ശബ്ദ സന്ദേശം, ഈ ഒരു സംഭാഷണം ഉണ്ടായതെന്ന് ശശികല പറഞ്ഞു? എത്ര നാളായി ഇത് സംഭവിച്ചിട്ട്? സ്മിത, ഇത് സമീപകാലത്ത് 2021 ശബ്ദ സന്ദേശമാണ്. അന്ന് ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയതുമാണ്. അന്ന് പഴയ അന്വേഷണ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ള ആരോപണമാണ് ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞ ദിവസം പരാതിയായി ക്രൈംബ്രാഞ്ച് ADGPക്ക് നൽകിയത്. സ്വാഭാവികമായും അവരുടെ കൈവശം ഈ ശബ്ദ സന്ദേശം വന്നാൽ അത് അന്വേഷണത്തിൻ്റെ ഭാഗമാകില്ല എന്നുള്ളതൊക്കെ ഇപ്പോഴും ഒരു ആരോപണമായി ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2006 മുതലാണ് ബിന്ദു പത്മനാഭനെ കാണുന്നില്ല എന്നുള്ള പരാതി വരുന്നത്. പിന്നീട് 2012 സഹോദരനെത്തി വീണ്ടും അക്കാര്യം സ്ഥിരീകരിക്കുന്നു. 2017 അത് പരാതിയായി വരുന്നു, അന്വേഷണം നടക്കുന്നു, ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നു. ഈ കാലയളവിലൊന്നും ഇപ്പോൾ ഇതാ ജൈനമ്മ കേസ് വന്നതിന് ശേഷം വീണ്ടും ഈ ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുകയാണ്. ഇപ്പോഴാണ് ഫ്രാങ്ക്ലിൻ എന്നൊരാൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലും പുറത്തു വരുന്നത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇത്രയും വർഷം ഈ പേര് എന്തുകൊണ്ട് പുറം ലോകം അറിഞ്ഞില്ല? ആരാണ് ഫ്രാങ്ക്ലിൻ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ വീട്ടമ്മ തന്നെ ഫ്രാങ്ക്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ഥലക്കച്ചവടമൊക്കെ ബന്ധപ്പെട്ട്
2012 ഈ സ്ഥലത്ത് എത്തിയ ആളാണ്. പിന്നീട് ഇവിടെയൊക്കെ തന്നെ കഴിഞ്ഞു കൂടുകയായിരുന്നു. ഇപ്പോൾ ഈ ബിന്ദു പത്മനാഭനെ ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് കൊലപ്പെടുത്തി എന്ന് പറയുന്നത് രണ്ടു പേരാണ്. ഒന്ന് ഈ വീട്ടമ്മയും മറ്റൊന്ന് സോഡ പൊന്നപ്പൻ എന്ന ബ്രോക്കറും. ഈ രണ്ടുപേരുടെയും കാര്യങ്ങൾ വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ്. ഈ പുതിയ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ഈ രണ്ടുപേരെയും വിളിച്ച് മൊഴിയെടുത്താൽ അവരുടെ കാര്യങ്ങൾ കേട്ടാൽ ഒരുപക്ഷേ വളരെ നിർണായകമായ കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫ്രാങ്ക്ലിൻ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സോഡ പൊന്നപ്പൻ ഇപ്പോഴും ചേർത്തലയും കടക്കരപ്പള്ളി പ്രദേശത്തുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്തായാലും വളരെ നിർണായകമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഇന്നിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നത്. ഒന്ന്, രാവിലെ വീട്ടിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് ജയനമ്മയാണ്, അത് അവരുടെ രക്തക്കറയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു. ഇപ്പോൾ ഇതാ ബിന്ദു പത്മനാഭനും അതേ വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഈ തിരോധാന കേസുകളിലെല്ലാം ഒരേ സ്വഭാവ രീതിയാണ്, ഒരേ മോഡ് ഓഫ് ഓപ്പറാണ്ടിയാണ് ഇയാൾ സ്വീകരിച്ചെത്തുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കേസിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ക്രൈംബ്രാഞ്ചാണ്. ഈ ശബ്ദ സന്ദേശമടക്കം നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്നു കാണണം. അതെ, ഏത് രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകും? കാരണം ഇത്രയും വർഷങ്ങളായി, 2006 മുതൽ കാണാതായതാണ് ബിന്ദു പത്മനാഭനെ. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ തെളിവ് ശേഖരിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ വെല്ലുവിളിയാകും. പക്ഷേ എന്നാലും പുതിയ കാര്യങ്ങൾ, പുതിയ വെളിപ്പെടുത്തലുകൾ എത്തുന്നു എന്നുള്ളത് കേസിന്റെ ഒരു വളരെ ശുഭാപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ശശികലയുടെ വെളിപ്പെടുത്തലുണ്ടായത്. അത് സോഡ പൊന്നപ്പൻ എന്ന സുഹൃത്താണ് ശശികലയോട് പറഞ്ഞത്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.